അടുത്തത് ഇടവക്കൂറാണ്, ടോറസ് എന്നാണ് ഇതിന് പറയുക. കാർത്തികയുടെ മുക്കാല്, അതായത് കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ആത്മവിശ്വാസം വളരെ കൂടുന്ന ഒരു കാലമാണിത്. സൂര്യനും ബുധനും ലഗ്നത്തിൽ വരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാവുകയും ചെയ്യും. ഇതോടെ ആത്മവിശ്വാസം ഉയരുകയും ചെയ്യും. ആഴ്ചയുടെ ആദ്യ ഭാഗത്ത് കുറച്ച് കൂടുതൽ ചിന്തയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ 29-ന് ശേഷം ബുധൻ രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടതായിട്ട് വരും, ചെലുത്തും. അതുകൊണ്ട് ഉണ്ടാകുന്ന പുതിയ മാർഗങ്ങൾ, അതായത് വരുമാന മാർഗങ്ങൾ പുതിയതായിട്ട് തുറന്ന് വരുന്നതായിട്ടും കാണാം. ഗുണം, ജോലി രംഗത്തും മറ്റുമൊക്കെ നമ്മുടെ നേതൃത്വം അംഗീകരിക്കപ്പെടുന്നതായിട്ട് കാണും. അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അവരവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലും വ്യക്തിപരമായിട്ടും അത് പ്രകടമായിട്ട് നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ആഴ്ചയുടെ അവസാനം ഈ പറയുന്ന ധനലാഭ വർധന ഉണ്ടാകും എന്ന് കാണുന്നു. കുടുംബജീവിതത്തിലും അനുകൂലം തന്നെയാണ്. നിങ്ങളുടെ വാക്കുകൾ, ഈ കൂറിൽ വരുന്ന ആൾക്കാരുടെ ഗ്രഹത്തിൽ അവരുടെ വാക്കുകൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുകയും അത് അനുസരിക്കേണ്ടതാണെന്ന് അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബാന്തരീക്ഷം വളരെ സന്തോഷകരമായിട്ട് നിലനിൽക്കും. ഇവർക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ട്, അഥവാ ഹൃദയം, നെഞ്ച്, മൂക്ക്, തൊണ്ട ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളവർ അത് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാവിഷ്ണുവിനെ പൂജിക്കുക, മഹാലക്ഷ്മി സമേതനായിട്ടുള്ള ലക്ഷ്മി നാരായണ പൂജ എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത്. അങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്യുകയോ ലക്ഷ്മി നാരായണ മന്ത്രം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗുരുസ്ഥാനീയരോട് വിനയത്തോടു കൂടി പെരുമാറുക, അവർക്ക് ദാനം ഒക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതും വളരെ നല്ല കാര്യമാണ്.